ഞാൻ ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരിയെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. صدق الله مولانا العظيم. وقال سيدنا ونبينا محمد صلى الله عليه وسلم: إن أحدكم إذا قام يصلي فإنما يناجي ربه فلينظر كيف يناجيه. قال النبي المصطفى: يا أمتي لا تأكلوا مع تارك الصلاة. ബഹുമാന്യരായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാവൽ ഭടന്മാരായി, പ്രചാരകരായി ഊർജവും സമയവും സമ്പത്തും ചെലവഴിച്ച്, കഴിവും ചെലവഴിച്ച് നിഷ്കളങ്കമായി ദുന്യവിയായ ആഗ്രഹങ്ങളൊന്നും മോഹിക്കാതെ തന്നെ ഈ ക്ലാസ് റൂമിന്റെ പ്രവർത്തനത്തിലും ഇതിന്റെ വിജയത്തിലും വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യത്യസ്തമായ പരിപാടികളിലൂടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ മറ്റു ക്ലാസ് റൂമുകളിൽ നിന്നും വ്യതിരിക്തമാക്കി നിർത്തുന്നതിൽ വളരെ സ്തുത്യർഹമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അത്രയും ആഖിറത്തിൽ ഉപകരിക്കുന്ന സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ചെയ്യുന്ന അമലുകളെ നശിപ്പിച്ച് കളയുന്ന എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ പരിപൂർണമായും മോചിപ്പിച്ച് റബ്ബിന്റെ പ്രീതിയിലും റിളയിലുമാക്കി തീർക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമുഖം നീട്ടി സമയം നഷ്ടപ്പെടുത്തുന്നില്ല. നിസ്കാരം സത്യവിശ്വാസിയുടെ മിഅ്റാജ് എന്നതാണ് ബുശ്റാക്കുമുൽ യൗം എന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂം നൂറുൻ അലാ നൂറിന്റെ ശേഷം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന
ഏറ്റവും വലിയ ഒരു സമ്മാനമായ ബുശ്റാക്കുമുൽ യൗമിൽ ഇന്നത്തെ ചർച്ച നിസ്കാരം സത്യവിശ്വാസിയുടെ മിഅ്റാജ്. ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞാൻ എത്രമാത്രം അർഹനാണ് എന്നത് തീർച്ചയായും 100% ബോധ്യമുള്ള ആള് തന്നെയാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ എല്ലാ ന്യൂനതകളും അകറ്റി പരിപൂർണമായി അവന്റെ ത്വാഅത്തിൽ ജീവിക്കാനും ഇബാദത്തുകളെ കൊണ്ട് സമയങ്ങളെ ധന്യമാക്കാനും തൗഫീഖ് ചെയ്യട്ടെ. ബുശ്റാക്കുമുൽ യൗമിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നിശ്ചയിച്ചു കൊടുത്ത അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലായ ഈ നിസ്കാരത്തിന്റെ എല്ലാ നാനാവശങ്ങളെക്കുറിച്ചും വിലയിരുത്താനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ഈ ബുശ്റാക്കുമുൽ യൗം എന്ന പരിപാടിയിലൂടെ നമുക്ക് സാധിക്കട്ടെ. അതൊക്കെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുള്ള സന്മനസ്സും ഹിദായത്തും അല്ലാഹു തആല നമുക്കും അഹ്ലുകാർക്കും പ്രദാനം ചെയ്യട്ടെ. മിഅ്റാജ് എന്ന വാക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. പ്രത്യേകിച്ച് അഹ്ലുസുന്നയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മിഅ്റാജ് എന്ന വാക്ക് അവർക്ക് സുപരിചിതമാണ്. മിഅ്റാജിന്റെ യാത്രയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്, വഅദ് പറയാറുണ്ട്. ആ സംഭവത്തിലേക്ക് കടന്ന് സമയം ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മിഅ്റാജ് യാത്രയിൽ നമ്മൾ വളരെ പ്രസക്തമായി വളരെ ശ്രദ്ധേയമായ ഒരുപാട് വിഷയങ്ങൾ, മിഅ്റാജ് യാത്ര തന്നെ ശ്രദ്ധേയമാണ്, അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയങ്ങളായി നമ്മൾ എടുത്തു പറയുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അശ്റഫുൽ ായി മുനഖ്ഖസയിലെത്തിയ പ്രഥമാർത്ഥം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഖാദിമായിരുന്നു. അല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കഴിവ് കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ 7 ആകാശവും സഞ്ചരിച്ചു എന്നല്ല. അതെങ്ങനെ മനസ്സിലാക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും യാത്രയുടെ അവസാനത്തിൽ റബ്ബിന്റെ സമക്ഷത്തിങ്കലേക്ക് ഹബീബായ മുത്തുനബി കടന്നു ചെല്ലുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളെ അനുഗമിക്കുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് എന്താ? നബിയെ, ഇനി ഇവിടുന്ന് താങ്കൾ പോവണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വരാനുള്ള ശേഷി, അതിനുള്ള യോഗ്യത, അതിനുള്ള അർഹത എനിക്കില്ല. ഈ സംഭവത്തോടു കൂടെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ മലക്ക് എന്ന നിലയ്ക്കുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കഴിവ് കൊണ്ടല്ല മിഅ്റാജ് യാത്ര സംഭവിച്ചതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാരീരികമായി തന്നെ അങ്ങയുടെ രക്തത്ത് നടത്തണം, അങ്ങയുടെ റബ്ബിനോട് മുനാജാത്ത് നടത്താനാണ് അങ്ങ് പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താൻ വേണ്ടി ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുന്നു. വലിയ ദീർഘമായ സംഭവമാണ്. തിരിച്ചു വരുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പാരിതോഷികമായി, ഒരു സമ്മാനമായി നമ്മൾ ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരം ഈ മുസ്ലിം ഉമ്മത്തിനുള്ള അള്ളാഹുവിന്റെ ഗിഫ്റ്റായിട്ട്, സമ്മാനമായിട്ട് അള്ളാഹു തആല കൊടുത്തയക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവുമായി മുനാജാത്ത് നടത്തി. എന്നാൽ അള്ളാഹുവിന്റെ അടിമകൾക്ക് സാധ്യമാകുന്ന രീതിയിൽ അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുവാനുള്ള ഒരു വഴിയായിരുന്നു ആ ഗിഫ്റ്റ് എന്ന് ഞാൻ ആദ്യം ഓതിയ ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അഹദക്കും ഇദാ ഖാമ യുസല്ലി, തീർച്ചയായും നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, ഫഇന്നമാ യുനാജി റബ്ബഹു, അവൻ അവന്റെ റബ്ബിനോട് മുനാജാത്ത് നടത്തുന്നവനാണ്. ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അവൻ അവന്റെ റബ്ബിനോട് മുനാജാത്ത് നടത്തുകയാണ്, അഭിമുഖ സംഭാഷണം നടത്തുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് മിഅ്റാജിന്റെ യാത്രയിൽ അള്ളാഹുവുമായി മുനാജാത്ത് നടത്തി. തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിന്റെ മറ്റു അടിമകൾക്ക് പ്രവാചകനോളം ഔന്നത്യമില്ലാത്ത, പ്രവാചകരുടെ അത്രയും ശാരീരികമായും വ്യക്തിപരമായും വൈയക്തികമായും അതുപോലെ തന്നെ ഒരു നിലക്കും തങ്ങളുടെ അത്ര പ്രബലരല്ലാത്ത സാധാരണക്കാരായ അള്ളാഹുവിന്റെ അടിമകൾ, അതായത് പ്രവാചകരുടെ ഉമ്മത്ത്, അവർക്ക് അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുവാനുള്ള ഒരു സമ്മാനം, ഒരു വഴി ഈ നിസ്കാരം അള്ളാഹു നമുക്ക് നൽകലിലൂടെ അവിടെ സംഭവിക്കുകയാണ്. അതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. സത്യവിശ്വാസിയുടെ മിഅ്റാജ് ആണ് നിസ്കാരം എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അതാണ്. നിസ്കാരത്തിലൂടെ തന്റെ രക്ഷിതാവുമായി, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരിയായ, തനിക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരുന്ന, താൻ പോലും ആവശ്യപ്പെടാതെ അല്ലെങ്കിൽ താൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ സംരക്ഷിക്കുന്ന, തന്നെ പരിപാലിക്കുന്ന, തന്നെ താനാക്കിയ പടച്ച തമ്പുരാനോടുള്ള അടിമയുടെ മുനാജാത്ത്, അവന്റെ ആ അഭിമുഖ സംഭാഷണമാണ് നിസ്കാരത്തിലൂടെ സാധ്യമാകുന്നത്. അതിനെന്തു വേണം? ഞാനിത് പറയുമ്പോ ഞാനടക്കം എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ കൂടുതൽ ആളുകളും എങ്ങനെയാണ് ആ മുനാജാത്ത് സാധ്യമാകുന്നത് എന്ന് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു പ്രയാസത്തിലായിരിക്കും ഇപ്പോഴുണ്ടാവുക. അതിനുള്ള വഴികളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് നിസ്കാരത്തിലൂടെ റബ്ബുമായുള്ള മുനാജാത്ത് സാധ്യമാകുന്നത്? എങ്ങനെയാണ് ഒരു അടിമ അള്ളാഹുവിനോടുള്ള അഭിമുഖ സംഭാഷണം, ഈ മുനാജാത്ത് അവന്റെ നിസ്കാരത്തിലൂടെ, 5 വഖത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിലൂടെ സാധിച്ചെടുക്കുന്നത്? അത് പല ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ എങ്ങനെ എന്ന ഒരു ചോദ്യം അവരുടെ മുന്നിൽ ഇപ്പോഴും നിഴലിച്ചു നിൽക്കുന്നുണ്ടാകും. അത് എന്തുകൊണ്ട് എന്നതിന് ഒറ്റ മറുപടി മാത്രം: നമ്മുടെ നിസ്കാരത്തിന്റെ പോരായ്മയും ന്യൂനതയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പോരായ്മകളെ തൊട്ടും ന്യൂനതകളെ തൊട്ടും നമ്മുടെ നിസ്കാരങ്ങളെയും ഇബാദത്തുകളെയും പരിരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു അടിമ നിസ്കരിക്കുമ്പോൾ നിസ്കാരം നിർവഹിക്കുന്ന അടിമയുടെ നിസ്കാരം എങ്ങനെയായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരക്കാരായ ആളുകളെ കുറിച്ച്, വിജയികളും അതേപോലെ തന്നെ ലക്ഷ്യപ്രാപ്തി കൈവരിച്ചവരുമായ, നിസ്കാരത്തിലൂടെ ലക്ഷ്യപ്രാപ്തി കൈവരിച്ചവരുമായ ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. ഞാൻ ആദ്യം ഓതിയ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും മുഅ്മിനീങ്ങളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന, എങ്ങനത്തെ ആളുകളാണ് മുഅ്മിനീങ്ങളായ വിജയിച്ച ആളുകൾ? അവർ ആരാണ്? ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നിസ്കാരങ്ങളിൽ ഖുശൂഉള്ളവരാകുന്നു.
നിസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളുകളാണ്, നിസ്കാരത്തിൽ ഖുശൂ ഉള്ള മുഅ്മിനീങ്ങളാണ് വിജയിച്ച ആളുകൾ. വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് അങ്ങനെ തുടർന്നിട്ട് അല്ലാഹു ഈ ആയത്തിന്റെ ഏതാനും ആയത്തുകൾക്ക് ശേഷം അല്ലാഹു പറയുന്നു, ഉലൈക ഹുമുൽ വാരിസൂന അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ഉലൈക, ഈ നിസ്കാരം ഖുശൂഉള്ള നിസ്കാരം കൊണ്ട് വിജയിച്ച മുഅ്മിനീങ്ങളായ ആളുകളുണ്ടല്ലോ, അവർ ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരാവകാശികൾ. അല്ലദീന യരിസൂനൽ ഫിർദൗസ, ഫിർദൗസിനെ അനന്തരമെടുത്ത ആളുകൾ അവരാണ്. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ഏറ്റവും ഉന്നതമായ മർത്തബയാണ് ഫിർദൗസ് എന്ന് പറയുന്നത്, ഏറ്റവും ഉയർന്ന സ്ഥലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫിർദൗസിന്റെ ആളുകളിൽ അല്ലാഹു നമ്മയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തട്ടെ. യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, ഫിർദൗസിനെ അനന്തരമെടുത്തവർ ഇവരാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ ഫിർദൗസിൽ കാലാകാലം താമസിക്കുന്നവരുമാണ്. ആര്? നിസ്കാരത്തിൽ ഖുശൂഉള്ള ആളുകൾ, നിസ്കരിക്കുന്നവർ എന്നല്ല. നിസ്കാരത്തിൽ ഖുശൂഉള്ള ആളുകൾ അവരാണ് വിജയിച്ചവർ, അവരാണ് ഫിർദൗസിന്റെ അനന്തരാവകാശികൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുശൂഅ് എന്ന് പറഞ്ഞാൽ ചില ആളുകളിൽ നിന്ന് പ്രകടമാക്കുന്ന ചില രൂപഭേദങ്ങളും അല്ലെങ്കിൽ അവയവങ്ങളെ കൊണ്ടുള്ള ചേഷ്ടകളുമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഖുശൂഅ് എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുണ്ടാകുന്നതാണ്. ഒരിക്കലും ഖുശൂഅ് ഒരാൾക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന വിഷയവും അല്ല. ചില ആളുകൾ ഖുശൂഅ് പ്രകടിപ്പിക്കാറുണ്ട് നിസ്കാരത്തിൽ. അവന്റെ നിസ്കാരം കാണുന്ന ആളുകൾക്ക് അവൻ വലിയ ഖുശൂഉള്ള ആളാണ് എന്ന് തോന്നുന്ന രീതിയിൽ അവന്റെ കൈകളെ കൊണ്ടും അവന്റെ ശരീരം കൊണ്ടുള്ള ആംഗ്യ വിക്ഷേപണത്തിലൂടെ അവൻ ഖുശൂഅ് പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഖുശൂഅ് പ്രകടിപ്പിക്കുന്ന ഒരു സംവിധാനത്തെ മഹാന്മാരായ മുൻഗാമികൾ നിശിതമായി വിമർശിച്ചിട്ടുമുണ്ട്. ഖുശൂഅ് എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അല്ലാത്തതിന് ഖുശൂഉൻ നിഫാഖ് എന്നാണ് പറയുക. ഖുശൂഉൻ നിഫാഖിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇയ്യാകും വ ഖുശൂഉൻ നിഫാഖ്, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, ഖുശൂഉൻ നിഫാഖിനെയും നിങ്ങൾ സൂക്ഷിക്കണേ. അപ്പോൾ ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, വമാ ഖുശൂഉൻ നിഫാഖ്, എന്താണ് ഖുശൂഉൻ നിഫാഖ്? ഖാല, ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻതറൽ ജസദ ഖാശിഅൻ വൽ ഖൽബു ലൈസ ബിഖാശിഅ. അൻതറൽ ജസദ ഖാശിഅ, നിന്റെ ശരീരത്തെ ഖുശൂ' ഉള്ളതായിട്ട് നീ കാണിക്കലാണ്. വൽ ഖൽബു ലൈസ ബിഖാശിഅ, ഹൃദയമാകട്ടെ ഖുശൂ' ഉള്ളതല്ലതാനും. ഹൃദയത്തിൽ ഖുശൂ' ഇല്ലാത്ത അവസ്ഥയിൽ ശരീരത്തെ കൊണ്ട് ഖുശൂഅ് പ്രകടിപ്പിക്കുന്ന ആ സംവിധാനത്തെയാണ് ഖുശൂഉൻ നിഫാഖ് എന്ന് പറയുന്നത്. ആ ഖുശൂഉൻ നിഫാഖിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ മഹാന്മാരായ പൂർവീകരായ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും താബിഈങ്ങളും സ്വഹാബത്തും എല്ലാവരും ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു ദിവസം ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അയാളുടെ ചുമലുകളെ കൊണ്ട് ഖുശൂഅ് പ്രകടമാക്കുന്നു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഫുലാൻ അൽ ഖുശൂഉ ഹാഹുനാ, അൽ ഖുശൂഉ ഹാഹുനാ, വഅശാറ ഇലാ സദ്രിഹി. മനുഷ്യ, ഖുശൂഅ് ഇവിടെയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇശാറത്താക്കി ആംഗ്യം കാണിച്ചുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുശൂഅ് ഇവിടെയാണ് വേണ്ടത്. ലാ ഹാഹുനാ വഅശാറ ഇലാ മൻകിബൈഹി. അദ്ദേഹത്തിന്റെ ചുമലിലേക്ക് ഇശാറത്താക്കിയിട്ട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, ഇവിടെയല്ല ഖുശൂഅ് കിടക്കുന്നത്, ഖുശൂഅ് കിടക്കുന്നത് ഹൃദയത്തിലാണ്. അപ്പൊ ആംഗ്യം ശരീരം കൊണ്ടും അവയവങ്ങളും കൊണ്ടുമുള്ള ആംഗ്യ വിക്ഷേപണത്തിനാണ് ഖുശൂഉൻ നിഫാഖ് എന്ന് പറയുന്നത്. ഖുശൂഅ് ഒരിക്കലും പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ല, പ്രകടിപ്പിക്കേണ്ടതുമല്ല. അത് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതാണ്.
തന്റെ ഉടമയായ അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്നും, ഞാൻ നിൽക്കുമ്പോൾ എന്റെ റബ്ബ് എന്റെ മുന്നിൽ എന്റെ നിസ്കാരം വീക്ഷിക്കുന്നു, എന്റെ നിസ്കാരം കാണുന്നു എന്നുള്ള ചിന്തയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഖുശൂഅ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇഹ്സാൻ ഉണ്ടാകുമ്പോഴേ ഖുശൂഅ് ഉണ്ടാകൂ. എന്താണ് ഇഹ്സാൻ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സ്വഹാബത്തും ഒരു ദിവസം ഇരിക്കുമ്പോൾ, എല്ലാവർക്കും അറിയുന്ന സംഭവം, ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലേക്ക് വന്നു. ഒരു മനുഷ്യരൂപത്തിലാണ് വന്നത്. സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത ഒരാൾ, യാത്രയുടെ അടയാളവും ലക്ഷണങ്ങളും യാത്രാ ക്ഷീണവുമില്ലാത്ത ഒരാൾ, തൂവെള്ള വസ്ത്രധാരിയും കറുകറുത്ത മുടികളുമുള്ള സുന്ദരനായ ഒരാൾ മുത്തുനബിയുടെ ചാരത്ത് വന്നിരുന്നു. റസൂലുള്ളാഹി തങ്ങളോട് പല കാര്യങ്ങളും ചോദിച്ചു. കൂട്ടത്തിൽ ചോദിച്ചു, വമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്. ഇസ്ലാം ചോദിച്ചു, ഈമാൻ ചോദിച്ചു, ഖിയാമത്തിനെ കുറിച്ച് ചോദിച്ചു. ഇങ്ങനെ പല ചോദ്യങ്ങളും നടന്ന ആ ചർച്ചയിൽ വമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അതിന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ നീ ഇബാദത്ത് ചെയ്യലാണ്. എങ്ങനെയുള്ള ഇബാദത്ത്? കഅന്നക തറാഹു, അല്ലാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന രീതിയിലുള്ള ഇബാദത്ത്. വഇൻ ലം തകുൻ തറാഹു, യഥാർത്ഥത്തിൽ നിന്റെ കണ്ണുകളെ കൊണ്ട് പച്ചയായി അല്ലാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ, അതായത് അല്ലാഹുവിനെ ഞാൻ കാണുന്നു, എന്റെ റബ്ബ് എന്നെ കാണുന്നു, എന്റെ റബ്ബ് എന്റെ മുന്നിലുണ്ട്, ഞാൻ നിസ്കരിക്കുന്ന, ഞാൻ സുജൂദ് ചെയ്യുന്ന ഭാഗത്ത് എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ സുജൂദിൽ വീഴുന്നത്. ഈ ബോധത്തോടു കൂടി നിസ്കരിക്കുക. ഇനി സത്യത്തിൽ നീ അല്ലാഹുവിനെ നീ ഒരു രൂപമായിട്ടോ ഒരു വ്യക്തിയായിട്ടോ കാണാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, തീർച്ചയായും അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യമുണ്ടാകണം. അത് നിസ്കാരത്തിന് മാത്രമല്ല. ഈ ബോധ്യം ഇഹ്സാൻ ഒരാളിലുണ്ടാകുമ്പോൾ അയാൾക്ക് ഖൽവത്ത് പ്രശ്നമല്ല, അയാൾക്ക് ജമാഅത്ത് പ്രശ്നമല്ല, അയാൾ ആൾക്കൂട്ടത്തിലാണെങ്കിലും അയാൾ ഏകനാണെങ്കിലും അയാൾ ഒരുപോലെയായിരിക്കും. അയാളുടെ ഏകാന്തതയും അയാളുടെ തിരക്കുകളും അയാൾ ഒരുപോലെയായിരിക്കും. അയാളുടെ മഅസിയത്തിലും അയാളുടെ ഇബാദത്തിലും അയാൾ അല്ലാഹുവിനെ സൂക്ഷിക്കും. ആരുമില്ലെങ്കിലും അയാൾ ദോഷം ചെയ്യില്ല, ആളുകൾ ഉണ്ടെങ്കിലും അയാൾ പരിധി വിട്ട് ഇബാദത്തും ചെയ്യില്ല. അയാൾ ചെയ്യുന്ന ഇബാദത്ത് അയാൾ ചെയ്യുന്നു. അയാളുടെ ഇബാദത്ത് മറ്റൊരാൾ കാണുന്നതും കാണാതിരിക്കലും അയാളുടെ വിഷയവും അല്ല. ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് അയാൾ ഇബാദത്ത് ഉപേക്ഷിക്കുന്നില്ല, ദോഷം പെരുപ്പിക്കുന്നുമില്ല. എന്തുകൊണ്ട്? അയാളുടെ മുന്നിൽ ആളുകളല്ല വിഷയം. അതായത് റിയാഇനെ തൊട്ട് അയാളുടെ ഖൽബ് പരിശുദ്ധമാണ്. അയാളുടെ മുമ്പിൽ അല്ലാഹുവാണ് അയാളുടെ മുന്നിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഫഇന്നഹു യറാക്, അല്ലാഹു അവനെ കാണുന്നുണ്ട് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അതിലാണ് അവൻ ഉറച്ചു നിൽക്കുന്നതും. ആ ഒരു ബോധ്യം അവനിലുള്ളത് കൊണ്ട് തന്നെ അവന്റെ ഇബാദത്തുകൾ വളരെ ഖുശൂഉള്ളതും തഖ്വയുള്ളതും വറഉള്ളതുമായി മാറുന്നു. അതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ആ വിഷയത്തിൽ വളരെ പിറകിലാണ്, പിന്നിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. സൂറത്തുൽ ബഖറ. നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ പരസ്പരം സഹായം തേടുക. നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും മാത്രമല്ല, പരസ്പരം സഹായിക്കാൻ അല്ലാഹു നിസ്കാരം കൊണ്ടും തഖ്വ കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം സഹായിക്കാൻ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇന്നഹാ, നിസ്കരിക്കലും ക്ഷമിക്കലും, നിസ്കാരത്തിന്റെ മേൽ ക്ഷമിക്കലും അല്ലാത്ത കാര്യത്തിൽ ക്ഷമിക്കലും എല്ലാം, നിസ്കരിക്കലും ക്ഷമ കൈക്കൊള്ളലും ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖാശിഈങ്ങൾക്കല്ലാത്ത, ഖുശൂഉള്ള ആളുകൾക്കല്ലാത്ത മറ്റുള്ള ആളുകൾക്ക് അത് വലിയ പ്രയാസമായിരിക്കും.
അള്ളാഹുവിനെ പേടിയുള്ള, അള്ളാഹുവിനെ സൂക്ഷ്മതയുള്ള, അള്ളാഹു കാണുന്നു എന്ന ബോധ്യമുള്ള ഇല്ലാത്ത ആളുകൾ, അങ്ങനെ ഉള്ള ആളുകൾക്ക് അത് വിഷയമല്ല. ആ ബോധമില്ലാത്ത ആളുകൾക്ക് നിസ്കാരവും നിസ്കാരത്തിന്റെ മേലിലുള്ള ക്ഷമയും വലിയ പ്രയാസമായിരിക്കും. ഖാശിഈങ്ങളായ ഖുശൂഉള്ള ആളുകളെ കുറിച്ച് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു, പരിചയപ്പെടുത്തുന്നു, വിശദീകരിക്കുന്നു. ആരാണ് ഖാശിഈങ്ങളായ ആളുകൾ? ആരാണ് ഖുശൂഉള്ള ആളുകൾ? الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. അവർക്കറിയാം, അവർ മനസ്സിലാക്കുന്നുണ്ട്, അവർ കരുതുന്നുണ്ട്. അന്നഹും മുലാഖൂ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ അവർ കണ്ടുമുട്ടും എന്നവർ മനസ്സിലാക്കുന്നുണ്ട്, അവർ കരുതുന്നുണ്ട്. വഅന്നഹും ഇലൈഹി റാജിഊൻ, അല്ലാഹുവിലേക്ക് മടക്കപ്പെടും എന്നും അവർ കരുതുന്നുണ്ട്. റബ്ബിലേക്ക് മടക്കപ്പെടുന്നവരും ഒരു നാൾ റബ്ബിനെ കണ്ടുമുട്ടുന്നവരുമാണ് ഞങ്ങൾ എന്നുള്ള ബോധം അവർക്കുണ്ട്. അവരാണ് ഖാശിഈങ്ങൾ, അവരാണ് ഖുശൂഉള്ള ആളുകൾ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നു. ഖുശൂഅ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഗതി തന്നെയാണ്. ഖുശൂഅ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, ആളുകളിൽ നിന്ന് എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, അവ്വലു ശൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി അൽ ഖുശൂഉ. അവ്വലു ശൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി അൽ ഖുശൂഉ. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്ന സംഗതി ഏതെന്ന് ചോദിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അൽ ഖുശൂഉ. ഖുശൂആണ് ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുക. ഹത്താ എത്രത്തോളം ലാ തുറാ ഫീഹാ ഖാശിഅ, ലാ തുറാ ഫീഹാ ഖാശിഅ, അല്ലെങ്കിൽ ലാ തറാ ഫീഹാ ഖാശിഅ, അവരിൽ ഖുശൂഉള്ള ഒരാളെയും നീ കാണുകയില്ല. ഖുശൂഉള്ള ഒരാളെ അന്വേഷിച്ചാൽ ഒരാളെയും നിനക്ക് കണ്ടെത്താൻ സാധിക്കില്ല. എല്ലാം ജാടകൾ, എല്ലാം അഭിനയങ്ങൾ. നിസ്കാരം അഭിനയം, പ്രാർത്ഥന അഭിനയം, സ്വലാത്ത് അഭിനയം, ദിക്ർ അഭിനയം, വഅദ് അഭിനയം, എല്ലാം അഭിനയം. ഇങ്ങനെ ജാടയുടെയും അഭിനയത്തിന്റെയും ആളുകളായി കൂടുതൽ ആളുകൾ ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖുശൂഉള്ള ആളുകളെ കണ്ടെത്താൻ വലിയ പ്രയാസമായിരിക്കും. അതാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്. ഖുശൂഉള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഖുശൂഅ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഗതിയാണ്. ഖുശൂഅ് ഉണ്ടാകുമ്പോഴേ മുനാജാത്ത് സാധ്യമാകൂ. ഖുശൂഅ് ഉണ്ടാകുമ്പോഴേ അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ്, അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് എന്ന ബോധമുണ്ടാകൂ. ഖുശൂഅ് ഇല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവുകയുമില്ല. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പ്രസക്തമായ ഒരു ചിന്തയുണ്ട്, ഒരു ചോദ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, അവർ പോലും അറിയാതെ എന്റെ ക്ലാസ് ശ്രദ്ധിച്ച ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരു ചോദ്യം ഉയർന്നേക്കാം. എങ്കിൽ പിന്നെ എങ്ങനെ ഖുശൂഅ് ഉണ്ടാക്കാം? ഖുശൂഅ് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ എന്ത്? സ്വാഭാവികമാണ്. ഖുശൂഅ് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ എന്ത്? ഖുശൂഅ് വേണമല്ലോ. ഖുശൂഅ് ഇല്ലെങ്കിൽ നിസ്കാരം സ്വീകാര്യമല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയില്ലല്ലോ. നമ്മൾ ഒരാൾക്കൊരു ഹദിയ സമർപ്പിക്കുമ്പോൾ, ഒരാൾക്ക് നമ്മളൊരു സമ്മാനം കൊടുത്തേക്കുമ്പോൾ, ആ സമ്മാനം എല്ലാ നിലക്കും പരിപൂർണമാകുമ്പോഴേ അത് വാങ്ങുന്ന സ്വീകരിക്കുന്ന ആൾക്കത് സ്വീകരിക്കാനുള്ള സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കൂ. എന്നാൽ നമ്മൾ പാരിതോഷികമായി കൊടുത്തയക്കുന്ന സാധനം അത് കേടുപാടുകളുള്ളതും ഉപയോഗശൂന്യവും അതല്ലെങ്കിൽ ജീവനില്ലാത്തതുമാണെങ്കിൽ അത് വാങ്ങുന്ന ആൾ അത് തിരിച്ചു കൊടുത്തയക്കും, അത് സ്വീകരിക്കുകയില്ല. അതല്ലെങ്കിൽ അയാൾ വല്ല കേടുപാടുകളുള്ളത് സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ അയാളുടെ ഹൃദയത്തിന് സന്തോഷമില്ല, ആനന്ദമില്ല. നിസ്കാരത്തെയും ഇതുപോലെ ഒന്ന് തുലനം ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന അടിമയുടെ നിസ്കാരങ്ങൾ, അവന്റെ അടിമകളുടെ നിസ്കാരങ്ങൾ എല്ലാ ന്യൂനതകളെ തൊട്ടും എല്ലാ പോരായ്മകളെ തൊട്ടും പരിശുദ്ധമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നു.
നമ്മളത് കൊടുത്തയക്കുമ്പോഴും അല്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന ആ ഹിബത്ത്, ആ പാരിതോഷികം, അല്ലെങ്കിൽ ആ ഹദിയ, അല്ലെങ്കിൽ ആ തഹിയ്യത്ത്, അതെല്ലാം അള്ളാഹുവിന് നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ കേടുപാടുകളെ തൊട്ടും കുറ്റമറ്റതായ പരിശുദ്ധമായ ഒരു സൽക്കർമ്മമായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ല എങ്കിൽ ന്യൂനതകളെ കൊണ്ടും റിയാ കൊണ്ടും അതുപോലെ സുംഅത്ത് കൊണ്ടും റുജുബ് കൊണ്ടുമൊക്കെ കേടുപാടുകൾ സംഭവിച്ചതാണെങ്കിൽ, അവയവങ്ങൾക്ക് കോട്ടം സംഭവിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ സത്തയില്ലാത്ത, ഖുശൂഇല്ലാത്ത, വറഇല്ലാത്ത, തഖ്വയില്ലാത്ത, ജാട കൊണ്ടുള്ള ജീവനില്ലാത്ത ഇബാദത്തുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖാശിഈങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇബാദത്തുകളും അമലുകളും തകർക്കുന്ന റിയാ പോലെ ലോകമാന്യം പോലുള്ള മാരകമായ ശിർക്കിൽ നിന്ന്, രോഗത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ഖുശൂഅ് ഉണ്ടാകാനുള്ള മാർഗങ്ങൾ? മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ഒരുപാട് വഴികൾ അതിനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് വഴികൾ. ചില വിഷയങ്ങൾ നമുക്കിവിടെ സൂചിപ്പിക്കാം. ഒന്നാമതായി നമ്മൾ ഖുശൂഅ് ഉണ്ടാകാനുള്ള ഒന്നാമത്തെ മാർഗം നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക എന്നതാണ്. അൽ ഇസ്തിഅദാദു ലിസ്സലാഹ്, നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുക. നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ വാങ്ക് വിളിക്കുന്നത് മുതൽ ഒരു മനുഷ്യൻ നിസ്കരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാവണം. മുഅദ്ദിൻ വാങ്ക് വിളിക്കുമ്പോൾ വാങ്കിന് ജവാബ് പറഞ്ഞുകൊണ്ട് തുടങ്ങണം അവന്റെ തയ്യാറെടുപ്പ്. അവന്റെ വാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ദുആക്ക് ഇജാബത്തുള്ള സമയമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് വാങ്ക് വിളിച്ചാൽ ഇഖാമത്തിന്റെ സമയത്തിന്റെ ഇടയിൽ അല്ലാഹുവിൽ നിന്ന് ദുആ ചെയ്ത് വാങ്ങാനുള്ളതൊക്കെ ചോദിച്ചു വാങ്ങാൻ അവൻ ശ്രമിക്കുക. ആ സമയമത്രയും അവന്റെ ഹൃദയം അല്ലാഹുവുമായി ബന്ധപ്പെട്ട് കിടക്കുക. മാത്രമല്ല, ബ്രഷ് ചെയ്ത് വുളൂ ചെയ്ത് അവൻ പള്ളിയിൽ ചെന്ന് ഖുർആൻ പാരായണത്തിൽ മുഴുകുക. ഇങ്ങനെ ഇബാദത്തുകളെ കൊണ്ടും ദിക്റുകളെ കൊണ്ടും ഇന്തിളാറു സ്വലാത്ത് ഉണ്ടായിത്തീരുക. നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക, കാത്തിരിക്കുക. അങ്ങനെ വരുമ്പോൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ദിക്റോടുകൂടെ അള്ളാഹുവിനോടുള്ള ഇലാഹിയായ ചിന്തയോടുകൂടെ പള്ളിയിൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ ഇഖാമത്ത് കൊടുക്കപ്പെടുന്നു. ആ സമയത്ത് അവന്റെ മനസ്സും അവന്റെ ശരീരവും അവന്റെ ഓരോ അവയവങ്ങളും നിസ്കാരത്തിന് വേണ്ടി സജ്ജമാണ്. നമ്മൾ ചെയ്യുന്നത് നേരെ മറിച്ചാണ്. നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടു കഴിഞ്ഞാലാണ് നമ്മൾ നിസ്കാരത്തിന് സജ്ജരാകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നത് പോലും അപ്പോഴാണ്. ഒരു പക്ഷേ നിസ്കാരം സലാം വീട്ടാൻ ഒരുങ്ങുമ്പോഴാണ് നമ്മൾ നിസ്കാരത്തിലാണെന്ന ബോധ്യമുണ്ടാകുന്നത്. യാന്ത്രികമായ ഒരു തരം പ്രവർത്തനം മാത്രമായി നമ്മുടെ നിസ്കാരങ്ങൾ മാറുന്നു. ഒരു ദിവസം ബാങ്ക് കൊടുത്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി വുളൂ ചെയ്യുന്നു, പള്ളിയിലേക്ക് പോകുന്നു, നിസ്കരിക്കുന്നു, തിരിച്ചു പോരുന്നു. ഇത് നമ്മുടെ ദിനചര്യ ആയി മാറിക്കഴിഞ്ഞു. അല്ലാതെ അതിന്റെ ആത്മാവും അതിന്റെ സത്തയും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അത് മാറ്റിവെക്കണം. നിസ്കാരത്തിന് വേണ്ടിയുള്ള അൽ ഇസ്തിഅദാദു ലിസ്സലാഹ്, നിസ്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഏറ്റവും പ്രഥമമായി വേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് വാങ്ക് കൊടുക്കുന്നത് മുതൽ അയാൾ തുടങ്ങിയിരിക്കണം. രണ്ടാമതായി ഖുശൂഅ് ഉണ്ടാക്കാനുള്ള മറ്റൊരു വഴി നിസ്കാരത്തിൽ തുമഇനീനത്തിനെ പാലിക്കുക എന്നതാണ്. തുമഇനീനത്ത് പാലിക്കുക, അതായത് നിസ്കാരത്തിൽ വളരെ ശാന്തതയോടുകൂടി നിസ്കരിക്കുക. കോഴി അരിമണി പെറുക്കിയെടുക്കുന്നത് പോലെ നിസ്കരിക്കുന്ന പല നിസ്കാരക്കാരുമുണ്ട്. നിസ്കാരത്തിൽ കക്കുന്നവനാണ് ഏറ്റവും ജനങ്ങളിൽ മോശപ്പെട്ട കള്ളനെന്ന് ഖാല റസൂലുള്ളാഹി. നിസ്കാരത്തിൽ കക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നബിയെ നിസ്കാരത്തിൽ കളവ് നടത്തുക എന്ന് സ്വഹാബി റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ യതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, അവൻ റുകൂഇനെയും സുജൂദിനെയും പൂർത്തിയാക്കാതെ നിസ്കരിക്കുക, അവനാണ് നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനെന്ന് ഖാല റസൂലുള്ളാഹി. നിസ്കാരത്തിലെ റുകൂഉകളും സുജൂദുകളും പൂർത്തിയാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുജൂദ് കൊണ്ട് പൊരുത്തപ്പെടുക എന്നല്ല, മറിച്ച് റുകൂഉം സുജൂദുമൊക്കെ ഒരു തരം പ്രക്രിയയായി മാറുക.
റുക്കൂഇൽ തുമഇനീനത്തില്ല, അടക്കമില്ല, സുജൂദിൽ അടക്കമില്ല. എന്താണ് ചൊല്ലുന്നത് എന്നത് വ്യക്തതയില്ല, അക്ഷരങ്ങൾ മഖ്റജിൽ നിന്നല്ല. ഈ രീതിയിൽ നിസ്കാരത്തിൽ സുജൂദും റുക്കൂഉം ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത് രൂപത്തിലുള്ള റുക്കൂഅ് സുജൂദുകൾ അതുകൊണ്ട് കാര്യമില്ല, അത് ഒഴിവാക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്ക് ഖുശൂഅ് ലഭ്യമല്ല. അയാൾക്ക് അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോയിട്ട് എന്താണ് ചൊല്ലേണ്ടത് എന്ന് പോലും അയാൾക്ക് ഓർമ്മ വരികയില്ല. അതുകൊണ്ട് ആ നിസ്കാരക്കാർക്ക് ഖുശൂഅ് ലഭിക്കില്ല. അപ്പൊ ഖുശൂഅ് ലഭിക്കാനുള്ള മറ്റൊരു മാർഗമാണ് നിസ്കാരത്തിലെ തുമഇനീനത്ത് പാലിക്കുക എന്നത്. മറ്റൊരു വിഷയം, നിസ്കാരത്തിൽ ഖുശൂഅ് ഉണ്ടാക്കാനുള്ള മറ്റൊരു മാർഗം മഹാന്മാർ പഠിപ്പിക്കുന്നു. നിസ്കാരത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. മരണത്തെക്കുറിച്ച് നിസ്കാരത്തിൽ ചിന്തിക്കുക. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസ് ഈ വിഷയത്തിലുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസ് ഇമാം സുയൂത്തി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. അതായത് ഉദ്കുറുൽ മൗത ഫീ സ്വലാത്തിക, നിന്റെ നിസ്കാരത്തിൽ നീ മരണത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തെക്കുറിച്ച് ഒരാൾ നിസ്കാരത്തിൽ മരണത്തെക്കുറിച്ച് ഒരാൾ ആലോചിച്ചാൽ, ഒരാൾ ചിന്തിച്ചാൽ തീർച്ചയായും അയാളുടെ നിസ്കാരം അള്ളാഹുവിന് വേണ്ടിയാകും. കാരണം ഏറ്റവും ഒരു മനുഷ്യന് ആത്മീയമായി ഉയരാനുള്ള മാർഗം എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലില്ലാത്ത ഒരു ഖുതുബയല്ല എന്നാണ് മഹാന്മാര് പറയുന്നത്. മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുകയും മരണത്തെക്കുറിച്ച് വിചാരപ്പെടുകയും മരണത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നതിനേക്കാൾ മനുഷ്യന് ഭയവും തഖ്വയും ഇബാദത്തിനോടുള്ള ആവേശവും വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകവും ഇല്ല. എന്തുകൊണ്ട്? ഏതൊരു മനുഷ്യനും മരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല, അതിനെക്കുറിച്ച് അവന് സംശയവുമില്ല. ഇലാഹു ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ മനുഷ്യൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യൻ മരിക്കുമോ ഇല്ലേ എന്ന കാര്യത്തിൽ മനുഷ്യൻ വാദപ്രതിവാദം നടത്തിയിട്ടില്ല. കാരണം അതവൻ ദൈനംദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ചുള്ള ആലോചന ആ മനുഷ്യനിൽ ഖുശൂഅ് വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ കുൻത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ ഖാല റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അഹ്മദ് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ കുൻത ഫീ സ്വലാത്തിക, നീ നിന്റെ നിസ്കരിക്കാൻ വേണ്ടി നീ നിന്നാൽ, ഫസല്ലി സ്വലാത്ത മുവദ്ദിഇന്റെ നിസ്കാരം നീ നിസ്കരിക്കുക. വിടവാങ്ങുന്നവന്റെ നിസ്കാരം നിസ്കരിക്കുക, യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കുക. അതായത് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി ഒരാളെ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അസർ വാങ്ക് കൊടുക്കുന്നത് കേൾക്കാൻ ഞാൻ ഉണ്ടായിരിക്കണമെന്നില്ല, അസർ നിസ്കരിക്കാൻ ഞാൻ ഉണ്ടായിരിക്കണമെന്നില്ല, അസർ ജമാഅത്ത് എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, അസർ വാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് അസ്രാഈൽ അലൈഹിസ്സലാം എന്നെ പിടിക്കപ്പെട്ടേക്കാം. ഈ ചിന്ത അവനിലുണ്ടാകുമ്പോൾ അവൻ പരമാവധി അവന്റെ ആ നിസ്കാരത്തെ ഭംഗിയാക്കാൻ ശ്രമിക്കും. അതാണ് സ്വലാത്ത മുവദ്ദിഅ്, വിടവാങ്ങുന്നവന്റെ നിസ്കാരം നിസ്കരിക്കുക. ഓരോ നിസ്കാരത്തിലും ഇതെന്റെ അവസാന നിസ്കാരമാണെന്ന ബോധമുണ്ടാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊക്കെ നമുക്ക് ദൈനംദിനം അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യമുള്ള സംഗതികളാണ്. ളുഹ്ർ ജമാഅത്ത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് നമ്മൾ മടങ്ങിയാൽ ളുഹ്ർ ജമാഅത്തിന് പള്ളിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പള്ളിപ്പറമ്പിലേക്ക് നോക്കി അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സലാം പറഞ്ഞവൻ മഗ്രിബ് നമസ്കരിക്കാൻ വരുന്ന ആളുകൾ സലാം പറയുമ്പോൾ ളുഹ്റിന് സലാം പറഞ്ഞ ആളും ഈ പള്ളിപ്പറമ്പിൽ സലാം പറയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ ബോധ്യം ഒരാൾക്കുണ്ടായാൽ, നിസ്കരിക്കുമ്പോൾ ഈ ചിന്ത ഒരാൾക്കുണ്ടായാൽ, ഇതെന്റെ അവസാന നിസ്കാരമാണ്, എന്റെ അവസാന നിസ്കാരമായേക്കാം എന്നുള്ള ബോധ്യമുണ്ടായാൽ അവന്റെ നിസ്കാരം തീർച്ചയായും ഖുശൂഅ് ഉള്ളതായി തീരും. ഖുശൂഅ് ഉണ്ടാക്കാനുള്ള മറ്റൊരു മാർഗമാണത്. ഖുശൂഅ് ഉണ്ടാവാനുള്ള മറ്റൊരു മാർഗം, ഓതുന്ന നിസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്തുകളെക്കുറിച്ചും നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന അദ്കാറുകളെക്കുറിച്ചും
നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളെക്കുറിച്ചും അദ്കാറുകളെക്കുറിച്ചും ആയാത്തുകളെക്കുറിച്ചും ചിന്തിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഈ പ്രസ്തുത ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി, ആ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളെ അവർ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ ഖുർആനിനെ നമ്മൾ ഇറക്കിയത്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും ചിന്തിക്കാൻ വേണ്ടിയുമാണ് വിശുദ്ധ ഖുർആനിനെ നമ്മൾ ഇറക്കിയത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോ വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളെ കുറിച്ച് ചിന്തിച്ചാൽ തീർച്ചയായും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും. അയാളുടെ ഹൃദയത്തിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരുന്നില്ല. അള്ളാഹുവിനെ കുറിച്ചും അവന്റെ അദാബിനെ കുറിച്ചും അവന്റെ മഗ്ഫിറത്തിനെ കുറിച്ചും അവന്റെ റഹ്മത്തിനെ കുറിച്ചും അവന്റെ റഅഫത്തിനെ കുറിച്ചും അവന്റെ ജലാലിയത്തിനെ കുറിച്ചുമുള്ള ഓർമ്മകൾ അവന്റെ ഹൃദയത്തിൽ അലതല്ലുമ്പോൾ ദുന്യവിയായ മറ്റു ചിന്തകളിൽ നിന്നും അവന്റെ ഹൃദയം പരിരക്ഷിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ അവന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അവന്റെ നിസ്കാരം വീക്ഷിക്കുന്നുണ്ടോ അവനത് വിഷയമല്ല. അവന്റെ മുന്നിലുള്ള വിഷയം അവൻ ഓതുന്ന ആയത്തുകളുടെ ഗൗരവമാണ്. അതിൽ അവന്റെ റബ്ബ് അവന് കൊടുത്ത വാഗ്ദാനങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ്. അവന്റെ റബ്ബ് കൊടുത്ത താക്കീതുകളെ കുറിച്ചുള്ള ചിന്തകളാണ്. സ്വർഗത്തെയും നരകത്തെയും ബഅസിനെയും ഖിയാമത്ത് നാളിനെയും കുറിച്ചുള്ള ചിന്തകളാണ്. ഇങ്ങനെ ചിന്തിച്ചു ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ മറ്റു ചിന്തകൾ കടന്നു വരുന്നില്ല. അതാണ് മഹാന്മാര് പറഞ്ഞത്, ആയാത്തുകളെ നമ്മൾ ഓതുന്ന ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സാന്ദർഭികമായി പറയുന്നു, ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധവും അറിവും അത്യാവശ്യമാണ്. അപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകമുണ്ട്. ഓരോ മനുഷ്യനും ഇൽമു പഠിക്കുക എന്നത് അവന്റെ ഉഖ്റവിയായ വിജയത്തിന് വ്യക്തിപരമായി തന്നെ നിർബന്ധമാണ്. വ്യക്തിപരമായി തന്നെ ഉഖ്റവിയായ കാര്യങ്ങൾ 100% പത്തരമായിട്ടുള്ളതാക്കണമെങ്കിൽ തീർച്ചയായും അവൻ അറിവ് പഠിക്കുക എന്നത് അത്യാവശ്യമായി തീരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാഫിയായ ഇൽമു കൊണ്ടും ഈമാൻ കൊണ്ടും നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. ഇൽമിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മൗഹിബിയായ ലദുന്നിയായ ഇൽമുകളെ കൊണ്ട് അല്ലാഹു അവരുടെ ഖൽബിനെ നിറക്കട്ടെ. ഇൽമിനോടുള്ള അവരുടെ താല്പര്യവും അവരുടെ ദാഹവും അല്ലാഹു വാരിക്കോരി ഇൽമു കൊടുത്ത് തീർത്തു കൊടുക്കട്ടെ. നമ്മുടെ ഇൽമുകളെ അല്ലാഹു നാഫി ആക്കട്ടെ, രണ്ട് ലോകത്തും ഉപകരിക്കുന്നതാക്കട്ടെ. ഇൽമു പഠിക്കുക എന്നത് ഇത് അത്യാവശ്യമായി വരും ആയാത്തുകളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഘടകം, മുൻഗാമികളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾ, അതായത് ആയാത്തുകളെ കുറിച്ചുള്ള ചിന്തിക്കാൻ ശേഷിയില്ലാതെ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് എങ്ങനെ എന്ന് പോലും അവർക്ക് മനസ്സിലായിരുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ റഹിമഹുല്ലാ പറയുന്നത് കാണാം, ഇന്നി ലഅഅജബു മിമ്മൻ ഖറഅൽ ഖുർആന വലം യഅലം തഅവീലഹു. എനിക്ക് വലിയ അത്ഭുതം, ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. മിമ്മൻ ഖറഅൽ ഖുർആന വലം യഅലം തഅവീലഹു. ഖുർആൻ പാരായണം ചെയ്യുകയും ആ ഖുർആനിന്റെ ആദരാശയങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത ആളുകളെ കുറിച്ച് അറിയാത്ത ആളുകളെ കുറിച്ച് എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. കൈഫ യൽതദു ബിഖിറാഅതിഹി, എങ്ങനെയാണ് ഖുർആനിന്റെ ലസ്സത്ത് അവൻ ആസ്വദിക്കുക, ഖുർആനിന്റെ മാധുര്യം എങ്ങനെയാണ് അവൻ അനുഭവിക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ റഹിമഹുല്ലാ അതൊരു സത്യമാണ്. വിശുദ്ധ ഖുർആനിലെ ആശയങ്ങളും വിശുദ്ധ ഖുർആനിലെ ആദർശങ്ങളും ആശയങ്ങളും വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളും അതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുമ്പോഴേ ഖുർആനിന്റെ യഥാർത്ഥ ലദ്ദത്ത് ഒരു മനുഷ്യന് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നിസ്കരിക്കുന്ന ആൾക്ക് ഖുശൂ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് അവൻ ഓതുന്ന ആയത്തുകളെ കുറിച്ച് ചിന്തിക്കലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നോ രണ്ടോ ആയത്തുകൾ മാത്രം ആവർത്തിച്ച് രാത്രി മുഴുവനും നിസ്കരിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒറ്റ ആയത്ത് മാത്രം, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്ത് ബഹുമാനപ്പെട്ട ഖത്താദത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഒരു രാത്രി മുഴുവൻ
ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഇഖ്ലാസിലെ ഈ ആയത്ത് മാത്രം അദ്ദേഹം ഓതി രാത്രി മുഴുവനും നിസ്കരിച്ചു. രാത്രി മുഴുവൻ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ ആയത്ത് ഓതു. യുറദ്ദിദുഹാ ലാ യസീദു അലൈഹാ. ഈ ആയത്ത് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനേക്കാൾ അദ്ദേഹം അധികരിപ്പിക്കുന്നില്ല. അതായത് തൊട്ടടുത്ത ആയത്തിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് ഈ ആയത്തിന്റെ ആശയങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് അതിന്റെ തൊട്ടടുത്ത ആയത്തിലേക്ക് കടക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല. അതിന് മാത്രം വിശാലമായ ചിന്ത. അതാണ് ആയാത്തുകളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുശൂ ഉണ്ടാക്കാനുള്ള മറ്റൊരു മാർഗം, നമ്മൾ ഓതുന്ന ഖുർആൻ ഓതുമ്പോൾ, ദിക്റുകൾ ചൊല്ലുമ്പോൾ അതിന്റെ ആയാത്തുകളെ കുറിച്ച്, അതിന്റെ ആയാത്തുകളുടെ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുശൂ ഉണ്ടാക്കാനുള്ള മറ്റൊരു മാർഗം മഹാന്മാര് പഠിപ്പിച്ചത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആനെ തെർത്തീലായിട്ട് ഓതുക. വറത്തിലിൽ ഖുർആന തെർത്തീല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, തെർത്തീലായിട്ട് ഖുർആൻ ഓതുക. തെർത്തീലായിട്ട് ഓതുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തജ്വീദിന്റെ നിയമം അനുസരിച്ചുകൊണ്ട്, മഖ്റജുകളും മദ്ദുകളും ശദ്ദുകളും തജ്വീദിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ആശയങ്ങളെ ഒരാൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുന്നതിനാണ് തെർത്തീലായുള്ള ഓത്ത് എന്ന് പറയുന്നത്. വറത്തിലിൽ ഖുർആന തെർത്തീല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിശുദ്ധ ഖുർആൻ തെർത്തീലായി ഓതുന്ന ആളായിരുന്നു. വിശുദ്ധ ഖുർആനിനെ ഓതുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. പല രീതിയിലും വിശുദ്ധ ഖുർആൻ ഒരു ശ്വാസത്തിൽ ഓതി തീർക്കാൻ ശ്രമിക്കുന്ന ഇമാമുമാരെ കാണാം. വിരോധമൊന്നുമില്ല, നിസ്കാരത്തിന് മുത്തുരാൻ സംഭവിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഖുശൂഇന് ഖില്ലത്ത് വരും, ഖുശൂഇന് ന്യൂനത വരും, പോരായ്മ വരും. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പരമാവധി തെർത്തീലായിട്ട് ഓതാൻ ശ്രമിക്കുക. അങ്ങനെ പറയുമ്പോൾ ഇമാമായി നിസ്കരിക്കുന്ന ആൾ, അയാളെ ഖുശൂഅ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിസ്കാരത്തിലെ സൂറത്തുകളെ ആവർത്തിച്ച് ഓതിയാൽ മഅ്മൂമ് പിണങ്ങിപ്പോവേണ്ടി വരും. അതും ശ്രദ്ധിക്കണം. ഇമാമ് നിസ്കരിച്ചുകൊണ്ട് മഅ്മൂമിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്നാൽ മഅ്മൂമ് ബുദ്ധിമുട്ടുമോ എന്ന് കരുതി ഇമാമ് നിസ്കാരം ബാത്തിലാക്കാനും പാടില്ല. രണ്ടിന്റെയും ഇടയിൽ ഒരു മധ്യ നയം സ്വീകരിക്കണം. ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം തെർത്തീലായിട്ട് ഓതുക ഖുശൂ ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ്. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, സയ്യിനുൽ ഖുർആന ബി അസ്വാതികും ഫഇന്ന സൗതൽ ഹസന യസീദുൽ ഖുർആന ഹസനാ. നിങ്ങൾ ഖുർആനിനെ ഭംഗിയായ മാധുര്യമുള്ള ശബ്ദത്തിൽ പാരായണം ചെയ്യുക. ചില ആളുകളുടെ ഖുർആൻ പാരായണം കേട്ടാൽ അർത്ഥം അറിയില്ലെങ്കിലും മലയാളികളായ നാടന്മാരായ അറബി അറിയാത്ത, ഇബാറത്ത് അറിയാത്ത, ഓതാൻ പോലും ശരിക്കറിയാത്ത ആളുകളാണെങ്കിൽ പോലും ചില ആളുകളുടെ, ചില പണ്ഡിതന്മാരുടെ, ഖാരിഈങ്ങളുടെ, ഇമാമുമാരുടെ ഖുർആൻ പാരായണം കേട്ടാൽ അയാളുടെ ഹൃദയം അറിയാതെ പടച്ചു പോകും. അയാളുടെ കണ്ണുകൾ അറിയാതെ സജലങ്ങളായി മാറും. എന്തുകൊണ്ട്? അയാളുടെ ഹൃദയത്തിൽ ഇയാൾ പാരായണം ചെയ്യുന്ന ആ ശൈലി അയാളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിക്കളഞ്ഞു. അതാണ് ഖുർആൻ പാരായണം. ഇന്ന മിൻ അഹ്സനിന്നാസി സൗതൻ ബിൽ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഖുർആൻ പാരായണം ഭംഗിയാക്കണം എന്ന് പറഞ്ഞാൽ, ശബ്ദം ഭംഗിയാക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഈണത്തിൽ പാരായണം ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ഭംഗി എങ്ങനെയെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇന്ന മിൻ അഹ്സനിന്നാസി സൗതൻ ബിൽ ഖുർആൻ അല്ലദീ ഇദാ സമിഅ്തുമൂഹു യഖറഉ ഹസിബ്തുമൂഹു യഖ്ഷല്ലാഹ്. ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല ശബ്ദം ആരുടേതെന്നറിയുമോ? അത് അയാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ, ആ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ അള്ളാഹുവിനെ അയാൾ പേടിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നവന് തോന്നും. അതാണ് ഖുർആൻ പാരായണത്തിലെ ഏറ്റവും അഹ്സനായ സൗത്ത്, ഏറ്റവും അഹ്സനായ ശൈലി, ഏറ്റവും നല്ല ശൈലി എന്ന് ഖാല റസൂലുള്ളാഹി. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പകൽ മുഴുവനും നിശിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന അവിശ്വാസികളായ ആളുകൾ പോലും
ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി മുത്തുനബിയുടെ പള്ളിയുടെ ചാരത്ത് വന്ന് കാതോർത്ത് നിൽക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. എന്തേ കാരണം? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരായണം കേൾക്കുമ്പോഴുള്ള അവരുടെ ഒരു തരം പ്രത്യേകമായ അവന്റെ നിസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകും എന്നതിനെ അവൻ മനസ്സിലാക്കണം. ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഞാൻ ചെയ്യുന്ന ദുആകൾ, ഇതൊക്കെ അല്ലാഹു എനിക്ക് ഉത്തരം ചെയ്യും എന്നവന് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇജാബത്തിനെ പ്രതീക്ഷിക്കുന്ന, ഇജാബത്തിന് സാധ്യമാകുന്ന ഏറ്റവും നല്ല ഒരു വഴിയാണ് അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഇജാബത്തിനെ കുറിച്ചും ആഗ്രഹിക്കുക എന്നത്. ആശമുറിയാൻ പാടില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയാൻ പാടില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നിലുണ്ട്. ഞാൻ എത്ര മോശക്കാരനാണെങ്കിലും, ഞാൻ എത്ര ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരാൻ മതിയായവനാണ്. എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരാൻ മതിയായവനാണ്. എന്റെ റബ്ബിനോടല്ലാതെ ആരോടാണ് ഞാൻ പൊറുക്കൽ ചോദിക്കാനുള്ളത്? ഞാൻ എന്റെ വിവരക്കേട് കൊണ്ട്, എന്റെ ക്ഷമ ഇല്ലായ്മ കൊണ്ട്, എന്റെ വ്യക്തിപരമായ ദോഷങ്ങളെ കൊണ്ട്, ന്യൂനതകളെ കൊണ്ട് പലതും ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പുറത്തു തരാൻ എന്റെ റബ്ബല്ലാതെ മറ്റൊരാളും എന്റെ മുന്നിലില്ലല്ലോ. റബ്ബേ, നീയല്ലാതെ മറ്റൊരാളും എനിക്ക് പുറത്തു തരാനുമില്ലല്ലോ. നീ പുറത്തു തന്നാൽ നിന്നോടൊരാളും ചോദിക്കാനുമില്ലല്ലോ. ഈ ബോധത്തോടുകൂടെ അള്ളാഹുവിൽ നിന്ന് പരിപൂർണമായി അവൻ ഇജാബത്തിനെ പ്രതീക്ഷിക്കണം, ആഗ്രഹിക്കണം. എന്റെ നിസ്കാരത്തിൽ ഞാൻ ദുആ ചെയ്യുന്നത് എന്റെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകുന്നു എന്നവൻ തീർച്ചയായും ഉറപ്പിച്ചിരിക്കണം. നിസ്കാരത്തിൽ നമ്മൾ ഓടുന്ന ഫാത്തിഹ സൂറത്ത് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞല്ലോ, ഖസ്സംതു സ്വലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈനി വലിഅബ്ദി മാ സഅൽ. നിസ്കാരത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ, നിസ്കാരത്തെ ഞാൻ എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ രണ്ടായി ഭാഗിച്ചിരിക്കുന്നു. എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ രണ്ടായി ഭാഗിച്ചിരിക്കുന്നു. വലി അബ്ദി മാ സഅൽ, എന്റെ അടിമക്ക് അവൻ ചോദിക്കുന്നത് എല്ലാം നിസ്കാരത്തിൽ അവൻ ആവശ്യപ്പെടുന്നതൊക്കെ അവന് നൽകപ്പെടുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ നിസ്കാരത്തിലുള്ള അല്ലാഹുവിന്റെ ഇജാബത്തിനെ കുറിച്ച് അവൻ മനസ്സിലാക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ റുകൂഇലും സുജൂദിലും റബ്ബി ഗുഫിർലി വർഹംനി എന്ന് പറയുമ്പോൾ, അത്തഹിയാത്തിൽ, അതേപോലെ തന്നെ ഖുനൂത്തിൽ, അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇടയിലെ ഇരുത്തങ്ങളിലൊക്കെ ദുആ ചെയ്യുന്ന റബ്ബി ഗുഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഒരു നിസ്കാരത്തിലെ ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു കിട്ടിയാൽ ആ മനുഷ്യന്റെ ആഖിറവും ദുനിയാവും രക്ഷപ്പെട്ടില്ലേ. എന്റെ നിസ്കാരത്തിലെ റുകൂഇന്റെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ റബ്ബി ഗുഫിർലി വർഹംനി വർഫഅനി വർസുഖ്നി വജ്ബുർനി വഹ്ദിനി വആഫിനി എന്ന് ഞാൻ പറയുമ്പോ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചു കിട്ടിയാൽ എന്റെ എല്ലാ കാര്യങ്ങളും സാധ്യമായല്ലോ, ദുനിയാവും ആഖിറവും ഞാൻ രക്ഷപ്പെട്ടല്ലോ.
ഇതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നിസ്കാരത്തിൽ, എന്റെ നിസ്കാരത്തിൽ ഞാൻ പറയുന്ന ഓരോന്നിനും, ഞാൻ ദുആ ചെയ്യുന്ന ഓരോ അപേക്ഷയും അള്ളാഹു സ്വീകരിക്കും എന്നതിനെ കുറിച്ച് അവൻ ബോധ്യവാനാകണം. അതേപോലെ തന്നെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കാനുള്ള മറ്റൊരു പ്രാക്ടിക്കലായ വഴിയാണ് നിസ്കരിക്കുന്ന ആളുകൾ വിശാലമായ പരന്ന സ്ഥലത്ത് നിൽക്കുന്നതിന് പകരം നിസ്കരിക്കുന്ന ആള് അയാളുടെ തൊട്ടു മുന്നിൽ ഒരു മറ വെക്കണം, മറയോട് ചേർന്ന് നിസ്കരിക്കണം. പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇടയിൽ വ്യാപകമായി കാണുന്ന ഒരു മുസീബത്താണത്. പ്രവാസികളുടെ ഇടയിൽ പള്ളിയിൽ എവിടെയെങ്കിലും പോയി പള്ളിയിലേക്ക് കയറിയാൽ എവിടെയാണോ എത്തിപ്പെട്ടത് അവിടെ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. അത് ഇവിടെ പല അന്യരാജ്യക്കാരായ ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ കണ്ടു. അവരത് കാര്യമാക്കുന്നില്ല, അതുകൊണ്ട് നമ്മളും കാര്യമാക്കുന്നില്ല. അങ്ങനെ ആരും ചിന്തിക്കണ്ട. നമ്മൾ കേരളീയരാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ നിന്ന്, പാഠപുസ്തകത്തിൽ നിന്ന് ദീൻ പഠിച്ചവരാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ സത്ത മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബനുസരിച്ച് കർമ്മശാസ്ത്രം പഠിച്ചവരാണ് നമ്മൾ, പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഏത് മൂലയിൽ ആര് എന്ത് ചെയ്താലും, ഞാൻ ചോദിക്കട്ടെ, ഒരു മലയാളിയായ ഒരാൾ ചെയ്യുന്ന അത്ര ഭംഗിയായി ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുകയും ഇബാദത്തിനോടും സൽക്കർമ്മങ്ങളോടും അഭിരുചിയും താല്പര്യവും ഉള്ള ഒരു രാജ്യക്കാരെ കാണുക എന്നാൽ പ്രയാസമാണ്. മലയാളികളായ ആളുകളെ, അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള മലയാളികളുടെ അത്ര ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയും ചെയ്യുന്ന ഇബാദത്ത് സൂക്ഷ്മതയും ചെയ്യുന്ന ആളുകൾ കണ്ടുകിട്ടുക എന്നത് വളരെ പ്രയാസമാണ്. അത്രയും ഇസ്സത്തുള്ളവരാണ് നമ്മൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവ്വ നേതാക്കൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും, സൗദി അറേബ്യയിലാണെങ്കിലും UAE-യിലാണെങ്കിലും ഈ അമേരിക്കയിലാണെങ്കിലും അല്ല, ഒടുങ്ങാത്ത കരകാണാത്ത ഏതോ ആഴക്കടലിന്റെ നടുവിലുള്ള ഒരു ദ്വീപിൽ അകപ്പെട്ടു പോയാലും ശരി, നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകളെ കുറിച്ച് നമുക്ക് നമ്മുടെ ആലിമീങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും വെളിച്ചത്തിൽ അതനുസരിച്ച് ചെയ്താൽ മതി. ആരെങ്കിലും ചെയ്യുന്നത് കേട്ട് കണ്ട് അതൊക്കെ അനുവർത്തിക്കാൻ പോകുന്നത് നല്ല ലക്ഷണമല്ല, വിവരക്കേടിന്റെ ലക്ഷണമാണ്. താൻ പഠിച്ചതിനെ കുറിച്ചുള്ള ബോധ്യമില്ലാത്തതിന്റെ അടയാളമാണ്. അതുകൊണ്ട് സാന്ദർഭികമായി ഞാനൊരു സംഭവം ഓർക്കുകയാണ്. വിനീതനായ ഞാൻ ജിദ്ദയിലുള്ള കാലത്ത് സൗദി അറേബ്യയിലുള്ള ആളുകളുടെ ഇടയിൽ നിസ്കാരത്തിൽ നിന്ന് സൊഫ് മാറുക, അല്ലെങ്കിൽ പിൻ സൊഫിൽ നിന്ന് മുൻസൊഫിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത് നടത്തമാണ്. അവിടെ 2ഉം 3ഉം 4ഉം അടിയല്ല ഒരാൾ വെക്കുന്നത്, അത് നടന്നു പോവുകയാണ്. കടയിലേക്ക് സാധനം വാങ്ങാൻ പോകുന്നത് പോലെയാണ് പിൻ സൊഫിൽ നിന്നും മുൻസൊഫിലേക്ക് നടക്കുന്നത്. ഇത് വ്യാപകമായി നമ്മൾ അന്യരാജ്യക്കാരായ ആളുകളുടെ ഇടയിൽ കാണാറുണ്ട്. ഒരു ദിവസം സൗദി അറേബ്യയിൽ ജിദ്ദയിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് പള്ളിയിൽ എന്റെ ഒരു സുഹൃത്ത്, നമ്മുടെ ക്ലാസ് റൂമിലുള്ള നമ്മുടെ ഒരു പ്രവർത്തകനാണ്, ഒരു സുഹൃത്ത് എന്നെ കാണാൻ വന്നു. അന്ന് നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ പള്ളിയിലേക്ക് ചെന്നു. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ആള് പോയപ്പോൾ അവിടെ ഒരു തൂണുണ്ട്. അദ്ദേഹം ആ തൂണിന്റെ ഭാഗത്തേക്ക് വളരെ ശ്രദ്ധയോടെ നിസ്കാരത്തിൽ തുടർച്ചയായ അനക്കങ്ങൾ വരാത്ത രീതിയിലുള്ള നടത്തം നടന്നു. ഇത് 2 സഊദി മുത്തവ്വമാര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്താണിരിക്കുന്നത്. അപ്പോൾ ഈ മുത്തവ്വമാര് അത്ഭുതത്തോടുകൂടെ ഈ എന്റെ സുഹൃത്തിനെ പ്രശംസിക്കുന്നത് ഞാൻ എന്റെ കാതുകൾ കൊണ്ട് കേട്ടു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. ഇത് കേരളീയരായ മലയാളികളായ നമ്മൾ ഇത് മനസ്സിലാക്കിയതും ഇത് പഠിച്ചതും യഥാർത്ഥ രീതിയിൽ നമ്മുടെ ആലിമീങ്ങൾ നമുക്കത് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കാണിച്ചു തന്നതുകൊണ്ടാണ്. വുളൂഇന്റെ അധ്യായം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഹൗലിൽ കൊണ്ടുപോയി കുട്ടികളെ വുളൂ ചെയ്ത് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കണമെന്നാണ് സമസ്തയുടെ നിർദ്ദേശം. അതിനുവേണ്ടി മദ്രസകളിൽ പൈപ്പും വുളൂ ചെയ്യാനുള്ള സൗകര്യങ്ങളും നിർമ്മിക്കണം എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ നിർദ്ദേശം. അങ്ങനെ പ്രാക്ടിക്കലായി പരിശീലിപ്പിച്ച് പഠിപ്പിക്കുന്ന സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് വിട്ട് ഏതെങ്കിലും അന്യരാജ്യക്കാര് ചെയ്യുന്ന തോന്നിവാസങ്ങൾ അനുഷ്ഠിക്കാനും അനുവർത്തിക്കാനും പോകണ്ട. സാന്ദർഭികമായി പറയുന്നു, അങ്ങനെ വന്ന ഒരു മുസീബത്താണ്. അന്യരാജ്യക്കാരായ ആളുകൾ മറയില്ലാതെ നിസ്കരിക്കുന്നത് കണ്ടാൽ അത് കുഴപ്പമില്ല, അതിന് വിരോധമൊന്നുമില്ല, അതിലത്ര പ്രസക്തിയൊന്നുമില്ല എന്ന് മലയാളി മനസ്സിലാക്കുന്നു. എന്നിട്ട് മലയാളിയും ആ വിഡ്ഢിത്തം ഏറ്റുപിടിക്കുന്നു. അതിന്റെ കാര്യമില്ല.
നിസ്കരിക്കുന്ന ആള് അയാള് മുന്നിൽ ഒരു മറ വെക്കട്ടെ എന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമാണ്. നിങ്ങൾ ഒരാൾ നിസ്കരിക്കാൻ നിന്നാൽ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ നിങ്ങൾ ഒരു മറയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണം. പരമാവധി അതിനോട് അടുത്തു നിൽക്കണം. മറയുമായി നമ്മൾ പാലിക്കേണ്ട അകലത്തിന്റെ മിനിമം അകലം എന്ന് പറയുന്നത് 3 മുഴമാണ്. എന്തിനാണ് മറയോട് അടുത്തു നിൽക്കാനുള്ള കാരണം? ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ ഇതിന്റെ ഹിക്മത്തിനെ വിശദീകരിക്കുന്നുണ്ട്. വൽ ഹിക്മത്തു ഫിസ് സത്രത്തി, നിസ്കാരത്തിൽ മറ പാലിക്കണം, മുന്നിൽ മറ വെക്കണം എന്ന് പറഞ്ഞതിന്റെ ഹിക്മത്ത് എന്നാൽ കഫുൽ ബസ്വരി അമ്മാ വറാഅഹു വ കഫുൽ ബസ്വരി അമ്മാ വറാഅഹു, അവന്റെ അതിന്റെ ബാക്ക് ഭാഗത്തുള്ള കാഴ്ചകളെ തൊട്ടൊക്കെ അവന്റെ കണ്ണിനെ തടഞ്ഞു നിർത്തലാണ്, കാഴ്ചയെ തടഞ്ഞു നിർത്തലാണ്. അതേപോലെ തന്നെ അതുവഴി ശൈത്താനിന്റെ നടത്തവും അത് തടഞ്ഞു നിർത്തുന്നതാണ്. ശൈത്താനിന്റെ നടത്തവും ശൈത്താനിന്റെ ഫസാദിൽ നിന്നും തടഞ്ഞു നിർത്തും. അതോടൊപ്പം തന്നെ മറ്റു കാഴ്ചകളിൽ നിന്ന് അവന്റെ കണ്ണുകളെയും തടഞ്ഞു നിർത്തും. അതാണ് മറയെ പാലിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന വഴിയാണിത്. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കാനുള്ള മറ്റൊരു മാർഗമാണ് അവന്റെ കൈ കെട്ടുന്നത് ശ്രദ്ധിക്കുക. കൈ കെട്ടുമ്പോൾ ഇടത് കൈയിന്റെ മുകളിൽ വലത് കൈയിനെ പിടിക്കുക. അത് തന്നെ ഇസ്ലാം കൽപ്പിച്ച രീതിയിൽ മഹാന്മാരായ മുൻഗാമികളും ആരിഫീങ്ങളും ആലിമീങ്ങളും സ്വഹാബത്തും കാണിച്ചു തന്ന രീതിയിൽ കൈ കെട്ടുക. ഡേഞ്ചറായി കൈകെട്ടരുത്, അത് ഖുശൂഇന്റെ ലക്ഷണമല്ല. ഡേഞ്ചർ ആയ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ സിഗരറ്റ് പാക്കറ്റുമേൽ ഉണ്ടാകുന്നത് പോലെ, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കരണ്ടിന്റെ ഒക്കെ പോസ്റ്റുമേലൊക്കെ കാണുന്നത് പോലെ ഡേഞ്ചർ രൂപത്തിൽ കൈകെട്ടുന്ന ചില ബുദ്ധികളെ നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ ഇസ്ലാമിൽ ഒരു അസുലുമില്ലാത്ത കെട്ടലാണത്. അവൻ കൈകെട്ടുന്നത് ഒരിക്കലും ഖുശൂഇന് വേണ്ടിയല്ല. ആ കെട്ടുകൊണ്ട് ഖുശൂഇ ലഭ്യവുമല്ല, മറിച്ച് അത് സംഘടനാ സ്പിരിറ്റ് വ്യക്തമാക്കുന്നു. ഞാനൊരു ഉറച്ച വഹാബിയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ആ കെട്ട്. അതിന് ഐഡന്റിറ്റി എന്നാ പറയാ, അതിന് ഖുശൂ എന്നല്ല പറയാ. ആ കെട്ട് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലോകത്ത് ഏത് പള്ളിയിൽ നിങ്ങൾ പോയാലും, ലോകത്ത് ഏത് പള്ളിയിൽ നിങ്ങൾ നിസ്കരിച്ചാലും, അമേരിക്കയുടെ അങ്ങേ ഒടുങ്ങാറ്റ അറ്റത്തുള്ള ഏതോ ഒരു ദ്വീപിൽ ഒരാൾ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടാലും അയാളുടെ കരങ്ങൾ നമ്മുടെ നാട്ടിൽ വഹാബികൾ കെട്ടുന്നത് പോലെ ഡേഞ്ചറായി കെട്ടിയത് നിങ്ങൾ കണ്ടാൽ ധൈര്യമായി അയാളുടെ അടുത്ത് പോയിട്ട് സലാം പറഞ്ഞിട്ട് നിങ്ങൾ ഹൗ ആർ യു എന്ന് ചോദിക്കണ്ട, എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ മതി. കാരണം അയാൾ മലയാളിയായിരിക്കും. മലയാളി മാത്രമേ ആ കെട്ട് പഠിച്ചിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള ഇട്ടിക്കണ്ടപ്പന്മാരായ ചില ഏതാനും മുറിമൊല്ലമാരുടെ കണ്ടുപിടുത്തമാണത്. ലോകത്ത്, മുസ്ലിം ലോകത്ത് അങ്ങനെ ഒരു സംവിധാനമില്ല. ഇമാമീങ്ങൾ അത് പഠിപ്പിച്ചിട്ടുമില്ല. കൈകെട്ടുന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ മുന്നിൽ ആദരവോടുകൂടി നിൽക്കുക എന്നതിനുള്ള സൂചനയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ആദരവോടെ നിൽക്കുക എന്നതിന്റെ സൂചനയാണ്. അതായത് അസീസായ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സ്വയം അവൻ ഒന്നിനും സാധ്യമല്ലാത്ത ഒരു യാചകനെ പോലെ, ഒരു അശരണരെ പോലെ, ഒന്നിനും സാധ്യമല്ലാത്തവനെ പോലെ വളരെ ഭവ്യതയോടെ വളരെ ബഹുമാനത്തോടെ നിൽക്കുക എന്നതാണ് കൈ കെട്ടുന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്. അല്ലാതെ സംഘടന തിരിച്ചറിയാനുള്ള ഐഡന്റിറ്റി അല്ല, അത് മനസ്സിലാക്കണം. മഹാന്മാരായ ഉലമാ പറയുന്നു, അൽ ഹിക്മത്തു ഫീ ഹാദിഹിൽ ഹൈഅത്തി, വലത് കൈ ഇടത് കൈയിന്റെ മുകളിൽ വലത് കൈ കെട്ടിയിട്ടുള്ള ആ നൃത്തമുണ്ടല്ലോ, അന്നഹാ സിഫത്തുസ്സാഇലി ദലീൽ, അന്നഹാ സിഫത്തുസ്സാഇലി ദലീൽ, അത് വളരെ നിസ്സാരനായ ഒരു ചോദ്യക്കാരന്റെ, ഒരു യാചകന്റെ വിശേഷണമാണ്. അള്ളാഹുവിന്റെ മുമ്പിലാണ്. യാചിക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണ്. യാചനക്ക് അള്ളാഹു അനുവദിച്ച സ്ഥലമാണ്. ഏറ്റവും താഴ്ന്ന രീതിയിൽ ഏറ്റവും വിനയാന്വിതനായി യാചിക്കാൻ ഒരാൾക്ക് അവസരം അള്ളാഹു എവിടെ നൽകി എന്ന് ചോദിച്ചാൽ അവന്റെ മുന്നിലാണ്. അപ്പൊ പരമാവധി അവന്റെ വിനയം കാണിക്കുക. വഹുവ അംനഉ മിനൽ അബ്സി വഅഖറബു ഇലൽ ഖുശൂഅ്, അത് അവനെ ഖുശൂഇലേക്ക് ഏറ്റവും അടുപ്പിക്കുന്നതാണ് ആ രൂപത്തിലുള്ള കൈകെട്ട്. അപ്പൊ കൈകെട്ടുന്നത് പോലും ഭവ്യതയോടെ ആക്കുക ഖുശൂഅ് വർദ്ധിക്കാനുള്ള കാരണമാണ്. അതേപോലെ തന്നെ ഖുശൂഅ് ഉണ്ടാകാനുള്ള മറ്റൊരു മാർഗം
മഹാന്മാരായ പണ്ഡിതന്മാരും മഹാന്മാരായ മുൻഗാമികളും പഠിപ്പിച്ചു അന്നദറു ഇലാ മൗദിഇ സുജൂദ്, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോട്ടം ശ്രദ്ധിക്കുക, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോട്ടം കേന്ദ്രീകരിക്കുക. ചുറ്റുഭാഗം മുഴുവനും വീക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ഖുശൂ നഷ്ടപ്പെടും. ക്ലോക്കിലേക്ക് നോക്കി നിസ്കരിക്കുമ്പോൾ ഖുശൂ നഷ്ടപ്പെടും. ചില വിഡ്ഢികളുണ്ട്, മൊബൈൽ ഫോൺ എടുത്ത് ഓണാക്കുന്നു, ഓഫാക്കുന്നു, അതിൽ കളിക്കുന്നു, മൊബൈൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ഇതൊക്കെ നിസ്കാരത്തിന്റെ ഖുശൂഇന് കളങ്കം വരുത്തുന്നതാണ്, കോട്ടം വരുത്തുന്നതാണ്. ഞാൻ എന്റെ കാരണവര മുന്നിലല്ല നിൽക്കുന്നത്, എന്റെ റബ്ബിന്റെ മുന്നിലാണ് എന്നാണ് ആദ്യം ബോധ്യം വേണ്ടത്. ചില ആളുകളുടെ നൃത്തം കണ്ടാൽ അവൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു കുടുങ്ങിപ്പോകുമോ എന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ കുറെ നിസ്കാരക്കാരുണ്ട്. അവർക്ക് അവരുടെ പാട്ടിന് പോകാം, അള്ളാഹുവിന് ആ നിസ്കാരം ആവശ്യമില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അന്നളറു ഇലാ മൗദിഇ സുജൂദ്, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കുക, അവിടേക്ക് നോട്ടം ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹായുടെ ഹദീസ് ഇത് സംബന്ധമായി ഉണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ തല ഭൂമിയിലേക്ക് താഴ്ന്ന് റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണുകൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് കേന്ദ്രീകരിച്ച് നിൽക്കുമായിരുന്നു. നിരവധി ഹദീസുകൾ ഇത് സംബന്ധമായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരത്തിന്റെ ഖുശൂഅ് വർദ്ധിക്കാൻ ഇതിലേറെ നല്ല ഒരു മാർഗം വേറെയില്ല. എങ്ങനെയാണ് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോട്ടം കേന്ദ്രീകരിക്കുക? നമുക്ക് പല ആളുകൾക്കും ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ നോട്ടം നമ്മളറിയാതെ കണ്ണുകൾ മറ്റു പല ഭാഗത്തേക്കും തിരിഞ്ഞു പോകാറുണ്ട്. ചില ആളുകൾ, ഹിക്മത്തിന്റെ ചില ആളുകൾ വളരെ തന്ത്രപരമായി വിഷയങ്ങളെ വിശകലനം ചെയ്ത് കൂലങ്കഷമായ ചർച്ചകൾക്കും കൂലങ്കഷമായ വിശദീകരണങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും ശ്രമിച്ച പല ആളുകളും നിസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ സാധിക്കാത്തതിന്റെ കാരണമായി പലരും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നിസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളുടെ നോട്ടം സുജൂദിലേക്ക് ഏകാഗ്രതയോടുകൂടി നോക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളുടെ കണ്ണുകളെ ഹറാമുകളെ തൊട്ടയാൾ തടഞ്ഞുകൊള്ളട്ടെ. ഹറാമുകളെ തൊട്ടയാളുടെ കണ്ണുകൾ തടഞ്ഞുകൊള്ളട്ടെ. ഹറാമിലേക്ക് കണ്ണുകളെ കൊണ്ട് ഹറാമിലേക്ക് നോക്കുന്ന ഒരാൾക്ക് ഖുശൂഅ് ലഭിക്കില്ല എന്ന് മാത്രമല്ല, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ അയാൾക്ക് പ്രയാസം അനുഭവപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ അയാളുടെ കണ്ണുകൾക്ക് പ്രയാസം അനുഭവപ്പെടും. ഹറാമിലേക്ക് സ്ഥിരമായി നോക്കുന്നവന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ഖുശൂഅ് ഉണ്ടാവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാർഗമാണ് നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവന്റെ കൈകൾ, അവന്റെ വിരലുകൾ അവൻ നീർത്തിപ്പിടിക്കുമ്പോൾ, അവന്റെ വിരലുകൾ ചൂണ്ടിപ്പിടിക്കുമ്പോൾ അവന്റെ വിരലിലേക്കായിരിക്കണം അവന്റെ നോട്ടം, ചൂണ്ടുവിരലിലേക്ക്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവന്റെ വിരൽ തുമ്പിലേക്കായിരിക്കണം അവന്റെ കണ്ണുകൾ പോവേണ്ടത്. അല്ലാത്ത സമയത്തൊക്കെ സുജൂദിലേക്കായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വിരൽ തുമ്പിലേക്ക് കണ്ണുകൾ നോക്കണം. വിരൽ തുമ്പിലേക്ക് ഒരാൾ നോക്കുമ്പോൾ വിരൽ തുമ്പിലേക്ക് ഒരാൾ നോക്കുന്നതിനെ കുറിച്ചും സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചില മോഡേൺ വിരൽ ചൂണ്ടലുകൾ കാണാൻ സാധിക്കും. ചില ആളുകൾ വിരൽ ചൂണ്ടുന്നതിൽ വളരെ വളരെ പിശുക്ക് കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മലയാളികളും അതിൽ പെട്ടുപോയിട്ടുണ്ട്. അന്യ രാജ്യക്കാരായ പല ആളുകളും നിസ്കാരത്തിൽ വിരൽ ചൂണ്ടുന്നത് കാണാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളും ചൂണ്ടണ്ട. അപ്പൊ നമ്മൾ വിരൽ ചൂണ്ടുന്നതിന് ബോറായിട്ട് തോന്നുക. അങ്ങനെ വിരൽ ചൂണ്ടുന്നതിന് ബോറൊന്നും കരുതേണ്ടതില്ല. നിസ്കാരത്തിൽ വിരൽ ചൂണ്ടുമ്പോൾ ചൂണ്ടുവിരലിലേക്കായിരിക്കണം അവന്റെ കണ്ണുകൾ പോകേണ്ടത്. മാത്രമല്ല, വിരലുകൾ ചൂണ്ടുമ്പോൾ അതിനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ചൂണ്ടാൻ മടിക്കുകയും വേണ്ട, അതിലേക്ക് നോക്കുക. ഇങ്ങനെ നോട്ടത്തിന് ഏകാഗ്രത കൈവരിക്കുക. അതേപോലെ തന്നെ നിസ്കാരത്തിൽ ഖുശൂഅ് വർദ്ധിക്കുവാനുള്ള മറ്റു അനേകം മാർഗങ്ങളെ കുറിച്ച് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ പിശാചിനെ തൊട്ടുള്ള ഇസ്തിആരത്ത് വേണം, പിശാചിനെ തൊട്ടുള്ള കാവലിനെ തേടൽ വേണം. അതേപോലെ തന്നെ പിശാചിനെ തൊട്ടുള്ള കാവലിനെ തേടലും അതേപോലെ തന്നെ
നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മുൻഗാമികളായ നിസ്കരിക്കാൻ ഒരാൾ പോകുമ്പോൾ മുൻഗാമികളായ ആളുകളുടെ നിസ്കാരത്തെക്കുറിച്ചുള്ള ആലോചനയും ചിന്തയും അയാളിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. മഹാന്മാരായ നമ്മുടെ മുമ്പേ ജീവിച്ചു പോയ മഹത്തുക്കൾ, മുൻഗാമികളായ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും അവരുടെയൊക്കെ നിസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു വെക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ നിസ്കാരത്തിന് ഖുശൂഅ വർദ്ധിപ്പിക്കാൻ കാരണമാകും. നമ്മുടെ നിസ്കാരത്തിന്റെ ന്യൂനത നമുക്ക് തന്നെ ബോധ്യപ്പെടാനും കാരണമാകും. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിയാൽ അദ്ദേഹത്തിന്റെ ശരീരമാകെ വിവർണമായി പോകുമായിരുന്നു. വല്ലാത്തൊരു നിറം, അതായത് റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഹൃദയത്തിന്റെ ആ വികാരം. അതുപോലെ തന്നെ മഹാന്മാരായ പല ഔലിയാക്കളിലും ആരിഫീങ്ങളിലും ഇത് കാണാൻ സാധിക്കും. താബിഈങ്ങളിൽപ്പെട്ട പല പ്രമുഖരും നിസ്കാരത്തിൽ ശരിക്കും നിൽക്കാൻ പോലും കഴിയാതെ വിറച്ച് നിസ്കരിച്ചിരുന്ന മഹാന്മാരുണ്ട്. നിസ്കാരത്തിൽ പള്ളി പൊളിഞ്ഞു വീണിട്ട് അതറിയാതെ പോയ മഹാന്മാരുണ്ട്. അതേപോലെ തന്നെ നിസ്കാരത്തിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ പോലും തന്റെ കൂടെ നിസ്കരിക്കുന്ന നിസ്കാരക്കാര് പോലും നിസ്കാരം ഉപേക്ഷിച്ച് ഇറങ്ങി ഓടിയ സമയത്ത്, നിസ്കാരത്തിന്റെ സമയത്ത് താൻ തന്റെ ചുറ്റുഭാഗത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ ഇലാഹിയായ ചിന്തയിൽ നിസ്കാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പല മഹാന്മാരുമുണ്ട്. അവരുടെയൊക്കെ നിസ്കാരത്തിന്റെ ശ്രദ്ധയും ഖുശൂഉം നിസ്കാരത്തിലുള്ള അവരുടെ ആ ഹൃദയത്തിന്റെ സാന്നിധ്യവുമാണത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിസ്കാരത്തെക്കുറിച്ച് മുൻഗാമികളായ ആളുകളുടെ നിസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇങ്ങനെ പല കാര്യങ്ങളും നിസ്കാരത്തിൽ ഖുശൂഅ വർദ്ധിപ്പിക്കാനുള്ള മാനദണ്ഡങ്ങളായിട്ട് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശക്തമായി വിരോധിച്ച ഒരു കാര്യമാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുസല്ലി റജുലു വഹുവ ഹാത്തിനുൻ. ഒരാൾ ഹാത്തിനായിട്ട് ഒരാൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് തടഞ്ഞിട്ടുണ്ട്. വൽ ഹാത്തിനു, ആരാണ് ഹാത്തിൻ? അൽ ഹാബിസുൽ ബൗൽ, മൂത്രമൊഴിക്കാൻ ഉള്ള അവസ്ഥയിൽ നിസ്കരിക്കുന്നവൻ, ഇതാണ് ഹാത്തിൻ. ഹാത്തിനായിട്ട് ഒരാൾ നിസ്കരിക്കാൻ പാടില്ല, മൂത്രമൊഴിക്കാൻ ഉണ്ടായിരിക്കാൻ നിസ്കരിക്കാൻ പാടില്ല, മൂത്രമൊഴിക്കണം എന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതേപോലെ തന്നെ ഹാത്തിബ്, ബാത്റൂമിൽ പോകാൻ അവന്റെ വിസർജനത്തിന് ആവശ്യമുണ്ടായിരിക്കെ അവൻ നിസ്കരിക്കാൻ നിൽക്കരുത്, അത് കഴിഞ്ഞതിന്റെ ശേഷമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ നിസ്കാരത്തിൽ ഖുശൂഅ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഖുശൂഅ വർദ്ധിപ്പിക്കുമ്പോൾ ആ നിസ്കാരം അള്ളാഹുവിനോടുള്ള മുനാജാത്തായി മാറും. അപ്പോഴേ മുനാജാത്ത് ആക്കാനും സാധിക്കുകയുള്ളൂ. നിസ്കാരം മുനാജാത്ത് ആവണമെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിലാണെന്ന ബോധം വേണം. ആ ബോധം ഉണ്ടാകണമെങ്കിൽ ഖുശൂഅ വേണം. ഇനി ഇതല്ലാത്ത ഖുശൂഅ ഉണ്ടാക്കാനും ഖുശൂഅ വരുത്താനും കൈവരിക്കാനും എന്തെല്ലാം മാർഗങ്ങൾ അവലംബിക്കാമോ ആ മാർഗങ്ങൾ അത്രയും അവലംബിച്ചുകൊണ്ട് നിസ്കാരത്തെ പരമാവധി ഖുശൂഅ ഉള്ളതാക്കി ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ച് പറഞ്ഞ ആ ഖാശിഈങ്ങളായ ആളുകളിൽ ഉൾപ്പെടുത്തണം. ആ രീതിയിൽ അള്ളാഹുവിനോടുള്ള മുനാജാത്താക്കി, അഭിമുഖ സംഭാഷണമാക്കി, ഖുശൂഉം ഏകാഗ്രതയും നിറഞ്ഞ നിസ്കാരമാക്കി നമ്മുടെ നിസ്കാരങ്ങളെ മാറ്റിയെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അബദ്ധങ്ങൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അഫ്വ ചെയ്യട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ വിഷയം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ എത്രമാത്രം യോഗ്യത എനിക്കുണ്ട് എന്നത് ഞാൻ തീർത്തും ബോധവാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഇബാദത്തുകൾ, നമ്മുടെയൊക്കെ സൽക്കർമ്മങ്ങളും ആരാധനകളും പരിപൂർണമായി അവന്റെ ത്വാഅത്തിലും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലും അവന്റെ റിളയിലുമാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇബാദത്തുകൾക്ക് കോട്ടവും ഭംഗവും വരുത്തുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതിൽ നിന്നത്രയും നമ്മുടെ ഇബാദത്തുകളെ അള്ളാഹു പരിരക്ഷിക്കട്ടെ.
അവന്റെ ത്വാഴത്തിലും അവന്റെ റിളയിലും മാത്രമായി ഇബാദത്തുകളെ ചിട്ടപ്പെടുത്താനും ധന്യമാക്കാനും പ്രത്യേകിച്ച് നിസ്കാരം ആകെ നമ്മുടെ മുന്നിലുള്ളത് നിസ്കാരം മാത്രമാണ്. റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആദ്യമായി നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്നതും നിസ്കാരം മാത്രമാണ്. നിസ്കരിച്ചിരുന്നോ എന്ന് മഹ്ശറിൽ വെച്ച് ചോദ്യം വരുമ്പോൾ നിസ്കരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു സുഖമുണ്ട്. നിസ്കരിച്ചിരുന്നോ, നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ലേ, അതിന്റെ നിസ്കാരം പരിപൂർണമായും അതിന്റെ രൂപത്തിൽ നിർവഹിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം വരുമ്പോൾ അതെ, എന്റെ നിസ്കാരം അതത്രയും എല്ലാ നിലക്കും അതിന്റെ എല്ലാ കടമകളും പാലിച്ചുകൊണ്ട് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്, അതിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് പറയാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് ഏറ്റവും വലിയൊരു വിജയമാണ്. അതിന് പറയാൻ സാധിക്കണം. നമുക്ക് അതിന് സാധിക്കുമോ എന്നത് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്. ഇല്ല എന്നാൽ ആണ് കൂടുതൽ ആളുടെയും മറുപടി എന്നത് തീർച്ചയാണ്. അങ്ങനെ ആക്കാൻ നമുക്ക് ശ്രമിക്കണം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഇബാദത്തുകളിലെ ന്യൂനതകളൊക്കെ പുറത്തു തരാൻ ആവശ്യപ്പെടുകയും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇബാദത്തുകളൊക്കെ പരമാവധി അള്ളാഹുവിന്റെ ത്വാഅത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അതിനുവേണ്ടി ദുആ ചെയ്യുക. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.